ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജനറൽ റീഡിംഗ് നോക്കാം. ആരുടെ എനർജിയാണെന്ന് കണക്റ്റ് ആവണതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴും കാണുന്നു അപ്പോഴാണ് ഇത് കണക്റ്റ് ആവുക. കറൻറ്റ് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് 8 ഓഫ് സോർഡ്സ്. നിങ്ങൾ ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നത് 4 ഓഫ് സോർഡ്സ്. എല്ലാം സോർഡ്സ് ആണല്ലോ വരുന്നത്. നിങ്ങൾ എന്താണ് പഠിച്ചത് ഇത്രയും ഈ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ? 9 ഓഫ് കപ്സ്. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ്? 4 ഓഫ് കപ്സ്. പുറത്തുള്ളവർ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? 2 ഓഫ് കപ്സ്. നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? 7 ഓഫ് പെൻറ്റക്കിൾസ്. ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്? നൈറ്റ് ഓഫ് സോർഡ്സ്. 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ദ എംപ്രസ്. അപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഇത് എവിടുന്നോ ഏതൊരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ ജോലിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നായിരിക്കാം. എന്തോ ഒരു ഇതെന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു എനർജി ഇരിക്കുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ചിലപ്പം മനസ്സുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം പല കാര്യങ്ങളിൽ നിന്നും, അങ്ങനെയും വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല താമസം മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കാം. അങ്ങനെ എന്തോ ആണ്. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ 8 ഓഫ് സോർഡ്സ് ആണ്. ഇത് നമുക്ക് നമ്മൾ സ്വയം ലിമിറ്റേഷൻ വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. ആരെങ്കിലും എന്നെ വന്നിട്ട് ഇത് ശരിയാക്കണം, ബ്ലോക്കൊക്കെ മാറ്റണം, എനിക്കൊരു രക്ഷ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത്. പല സന്ദർഭത്തിലും ഒളിച്ചോടുന്ന ഒരു പ്രവണത ആളുകൾക്കുണ്ടാകും. പ്രശ്നങ്ങളെ നേരിടാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥ. അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ വ്യക്തിയുടെ ഒരു എനർജി. നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഇപ്പോൾ കഠിനമായ ഹൃദയവേദന ഉണ്ടായി, നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ളൊരു വിഷമങ്ങളുണ്ടായി, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. അത് നിങ്ങൾ അത് മനസ്സിലിട്ട് ഇങ്ങനെ ഇതാക്കി ഇനി ഇതിൻ്റെ ഇത് അവസാനം എന്താണെന്നുള്ള ഒരു വിഷമത്തിൽ നിങ്ങൾ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോരുന്നത്. വേദനയ്ക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ആ വേദന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. എന്താണ് നിങ്ങളിവിടെ ഈ ഇതൊന്ന് പഠിച്ചത്, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ 9 ഓഫ് കപ്സ് ആണ്. ഇത് സെൽഫ് ലവിൻ്റെ കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങളെ അടുത്ത് സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പെരുമാറിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ എന്നിട്ട് അതിൽ നിന്നൊരു മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ ഞാൻ തന്നെയുള്ളൂ, എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ഇതാണ് മനസ്സിലാക്കുന്നൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലൊരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 ഓഫ് കപ്സ് ആണ്. ഇതൊരു മിസ്സിങ് എനർജിയാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമങ്ങളുണ്ട്, അതിൻ്റെ ഒരു മിസ്സിങ് എനർജിയാണ്. അപ്പോൾ എനിക്കിതൊന്നും പോരാ എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഉള്ളിലുള്ളത്. അവിടെ ഒരു ഫീലിംഗ്, ഇപ്പോഴും ഒരു മിസ്സിങ് എനർജി നിങ്ങൾക്കുള്ളിലുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇതാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധനസമ്പാദനത്തിനായി നിങ്ങൾ പോകുന്ന ഒരു ആളായിട്ടാണ് അവർ കാണുന്നത്. ഒരുപാട്
ധനം സമ്പാദിക്കുന്നു, അതിനു വേണ്ടി സ്ട്രഗിൾ എടുക്കുന്നു, അങ്ങനെ ഒരു ആളാണെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഒന്നുകിൽ പാർട്ട്ണറായിരിക്കാം, അവരായിട്ടുള്ളൊരു വിഷമങ്ങൾ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ലവറായിരിക്കാം, ആരെങ്കിലും ആയിട്ടും ഒരു വല്ലാത്തൊരു ഇഷ്ടം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരാഗ്രഹം. ബാക്കിയുള്ളതൊക്കെ പുറമേക്ക് തോന്നുന്നുള്ളൂ, പക്ഷേ ആ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നിങ്ങളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രസൻറ്റ് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നു, നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് ഒരു വിചാരിക്കുന്ന അത്ര ഒരു ഇതിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതാണ് നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷനായിട്ട് വരുന്നത്. നിങ്ങളെ ഫ്യൂച്ചറിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് കാണാൻ പോകുന്നത് നൈറ്റ് ഓഫ് സോഴ്സാണ്. നിങ്ങളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എല്ലാറ്റിലും നിങ്ങളൊരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു എനർജിയിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങളൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ എംപ്രസ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് ഒരു രാജ്ഞിയെ പോലെ ഒരു വളരെ സക്സസ്സിലേക്ക് എത്തിയ ഒന്നുകിൽ സ്വന്തമായ ഒരു സംരംഭകയായിട്ട് മാറാനായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിലായാലും എല്ലാം കൊണ്ടും ഒരു രാജ്ഞിയുടെ പ്രഭാവത്തോടു കൂടി നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ ഒരു നല്ലൊരു എല്ലാവരും പരിപാലിച്ച് എല്ലാവരും എന്തായിട്ട് സ്നേഹത്തോടെ എല്ലാവരും സ്നേഹം നേടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഇന്ന് നമുക്ക് എന്താണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത് എന്നുള്ള ഒരു എനർജി. മാനിഫെസ്റ്റോ എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് ഡു യു വാണ്ട്.